നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ പത്രിക തള്ളിയത് എന്തുകൊണ്ടായിരിക്കും? എന്താ PV അൻവറിന് അറിയില്ലേ? ഒരു പത്രികയിൽ ഒപ്പിടുമ്പോൾ ഇത്ര ആളുകൾ വേണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ച രീതിയിലുള്ള പത്രികാ സമർപ്പണം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ പരിണിതപ്രജ്ഞനായ അൻവറിന് അറിയാത്തതല്ല. വെറും സംസ്ഥാന പാർട്ടിയായി അംഗീകരിച്ച തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണമെങ്കിൽ 10 പേർ ഒപ്പിടണമെന്നുള്ളത് PV അൻവറിന് അറിയാത്തതല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് 10 പേർ ഒപ്പിടാതെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചത്? കാര്യം വളരെ നിസ്സാരമാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നിലമ്പൂരിൽ മത്സരിച്ചാൽ ബംഗാളിൽ നിന്നും മമതാ ബാനർജി പോയിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വാർഡ് കൗൺസിലർ പോലും പ്രചാരണത്തിന് നിലമ്പൂരിൽ എത്തില്ല. മാത്രമല്ല, അൻവറിനായി പ്രചരണത്തിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും 10 പൈസ തരില്ലെന്ന് മമതാ ബാനർജിയും അവരുടെ അടുത്ത ആളുകളും അൻവറിന് കൃത്യമായി മുന്നറിയിപ്പ് നൽകി. ഏതായാലും തൃണമൂൽ കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് മത്സരിച്ചാൽ ബംഗാളിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു വാർഡ് കൗൺസിലർ പോലും പ്രചരണത്തിന് വരില്ല എന്ന് മാത്രമല്ല, മമതയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ നിവൃത്തിയുമില്ല. കാരണം PV അൻവറിനേക്കാൾ അഭ്യാസം പഠിച്ച ആളാണ് മമതാ ബാനർജി. അങ്ങനെ വെറുതെ ഒന്നും 10 പൈസ ആർക്കും കൊടുക്കില്ല. അങ്ങനെ ബംഗാളിൽ നിന്ന് ഫണ്ടും വരില്ല, ആളും വരില്ല എന്നായപ്പോൾ പിന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വലിയ കഥയൊന്നുമില്ലെന്ന് PV അൻവറിന് നന്നായി അറിയാം. അപ്പോൾ അൻവർ എന്ത് ചെയ്തു? പത്രിക തള്ളിപ്പോകാൻ വേണ്ടി ഇത്തരത്തിലൊരു അഭ്യാസം കാണിച്ചു. വേണ്ട ആളുകൾ ഒപ്പിടാതെ പത്രിക സമർപ്പിച്ചു. ഇതോടെ സൂക്ഷ്മ പരിശോധനയിൽ അൻവറിന്റെ പത്രിക തള്ളിപ്പോയി. അതേസമയം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കൊടുത്ത പത്രിക വാലിഡ് ആവുകയും നിലനിൽക്കുകയും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിലെ കേരളത്തിലെ നേതാവായി PV അൻവറെ അവരോധിക്കാൻ മമതാ ബാനർജിക്കും സംഘത്തിനും വലിയ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഒന്നാമത്, തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. ബംഗാളിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമുള്ള പോലെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും കേരളവുമായി ബന്ധപ്പെട്ട് മമതയ്ക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലെന്നല്ല, ദക്ഷിണേന്ത്യയിൽ പോലും മമതാ ബാനർജിക്ക് വലിയ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കേരളത്തിലൊരു സ്ഥാനാർത്ഥി നിർത്തി അയാളുടെ പ്രചരണത്തിനും മറ്റ് പരിപാടികൾക്കുമായി പണം കൊടുത്ത് പിന്നെ ബംഗാളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് അൻവറിന് വേണ്ടി അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത്? ഇതെല്ലാം നഷ്ടക്കച്ചവടമാണെന്ന് മമതാ ബാനർജിയെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മമത ആദ്യമേ കൈയൊഴിഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവൊക്കെ ആയിട്ട് നടന്നുകൊള്ളൂ, പക്ഷേ 10 പൈസ ഫണ്ടായി ബംഗാളിൽ നിന്ന് കിട്ടുകയില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹവുമില്ല. നിങ്ങളുടെ പ്രചരണത്തിനായി ഞങ്ങളുടെ MLA-മാരോ MP-മാരോ ആരും വരികയുമില്ല. ഈ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ PV അൻവറിന് കൊടുത്തു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തൃണമൂൽ കോൺഗ്രസിലെ ഏതെങ്കിലും ആളുകൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടല്ല, പക്ഷേ അങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിവരം കിട്ടുന്നത്. അൻവറുമായി അത്തരം ഇടപാടുകൾക്കൊന്നും തൽക്കാലം തൃണമൂൽ കോൺഗ്രസിന് താല്പര്യമില്ല. കേരളത്തിൽ തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഇലക്ഷനെ നിർത്തി മത്സരിപ്പിക്കാനും ആഗ്രഹമില്ല എന്നുള്ള രീതിയിലാണ് മമതാ ബാനർജിയുമായി അടുത്ത് ബന്ധപ്പെട്ടവർ വിവരം നൽകിയത്. ഇതോടെ PV അൻവർ കാലുമാറ്റി ചവിട്ടി. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനെ എന്താണ് പറയുക, കൃത്യമായിട്ടുള്ള ഒരു ആളുകളില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നതിൽ ഒപ്പിടേണ്ട ആളുകളെ ഒപ്പിടിക്കാതെ വെറുതെ കൊണ്ടുപോയി ഒരു പത്രിക കൊടുത്തു. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുന്ന പത്രിക കൃത്യമായിട്ടാണ് നൽകിയത്. അപ്പോൾ ഇതൊന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. PV അൻവർ അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായെന്നോ അല്ലെങ്കിൽ സംസ്ഥാന നേതാവായെന്നോ പറഞ്ഞുകൊണ്ട് നടന്നത്. തൽക്കാലം UDF ഇടിച്ചു കയറാൻ ഏതെങ്കിലും ഒരു ലേബൽ വേണം. ആ ലേബലിനെ തൃണമൂൽ കോൺഗ്രസ്സായി സ്വയം എടുത്ത് അണിയുകയായിരുന്നു അൻവർ. പക്ഷേ UDF-ൽ കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ, ബംഗാളിൽ നിന്ന് ഫണ്ടും ആളും അർത്ഥവും വരില്ല എന്ന് മനസ്സിലായപ്പോൾ പതിയെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും PV അൻവർ പിൻവാങ്ങി. അൻവർ എല്ലായിടത്തും കാണിക്കുന്ന തന്ത്രപരമായ പിൻവാങ്ങലാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിലും കാണിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വാലിഡ് ആകാത്ത പത്രികയാണ് നൽകിയത്. അത് മനഃപൂർവ്വം നൽകിയതാണ്. അല്ലാണ്ട് PV അൻവറിന് ഇക്കാര്യത്തിൽ അബദ്ധം പറ്റിയൊന്നുമില്ല. ആളും അർത്ഥവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന് അൻവറും ചിന്തിച്ചു കാണും.